നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പലരും പലതും പറയും. ആ പാർട്ടിയുടെ നേട്ടങ്ങളിൽ പലർക്കും പലതരത്തിലുള്ള വിമർശനങ്ങൾ പറയുകയും ചെയ്യാം. പക്ഷേ ഇത് വിമർശനമല്ല കേട്ടോ. കാരണം ശ്രീകുമാരൻ തമ്പി സാർ ഇങ്ങനെ പറയണമെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. കാരണം അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ: കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തിരുത്തലുകൾക്ക് തയ്യാറാകണം. ആ തിരുത്തലിന് തയ്യാറാകുന്നില്ല എങ്കിൽ ആ പാർട്ടി ഇനി ഉണ്ടാവില്ല എന്നാണ് ഗാനരചയിതാവും സംഗീത സംവിധായകനുമൊക്കെയായ ശ്രീകുമാരൻ തമ്പി പറയുന്നത്. ഭരണകക്ഷിയാണ് എന്ന് കരുതി അധികാരം കയ്യിലെടുക്കരുത് ഒരു കാര്യത്തിലും. വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ സഹിഷ്ണുതയോടെ കാണാൻ പഠിക്കണം. ഇക്കാര്യങ്ങൾ പിണറായിയോട് വേണമെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി പറയുവാനും തനിക്ക് മടിയില്ല എന്നുകൂടി ശ്രീകുമാരൻ തമ്പി പറയുകയാണ്. കലാകാരന് രാഷ്ട്രീയമാകാം, പക്ഷേ കലാകാരനാണെങ്കിൽ എതിർക്കുമെന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ എതിർത്താൽ പാർട്ടികൾ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്ര മോശമായ കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പറയുന്ന കാര്യങ്ങൾ സഖാവ് പിണറായിയോട് തുറന്നു പറയുവാനും മുഖത്ത് നോക്കി പറയുവാനും തനിക്കൊരു മടിയുമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാവരോടുമായിട്ടാണ് താനിത് പറയുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം കമ്മ്യൂണിസത്തെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ കഴിയൂ എന്ന് ലെനിൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. SFIക്കാർ നടത്തിയ പൂക്കോട് സംഭവം എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കമ്മ്യൂണിസ്റ്റുകാർ കണ്ട് പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, തിരുത്തലിന് തയ്യാറാകേണ്ടതാണ്. അങ്ങനെ തിരുത്തലിന് ഇനിയും ആ പാർട്ടി തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ ചെയ്യുന്നതെല്ലാം സമ്മതിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ തല്ലിക്കൊല്ലുമെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. കമ്മ്യൂണിസമല്ല, ജനാധിപത്യവുമല്ല എന്ന് ഇതിനെ പറയേണ്ടി വരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം ഒരു പാർട്ടി ഇങ്ങനെ ആകരുത് എന്നുള്ളതാണ്. തെറ്റ് കണ്ടാൽ അത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്ത് കമ്മ്യൂണിസം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയപ്പെടുന്ന പിന്നെ ഈ ഭൂമുഖത്തെ ഉണ്ടാകില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. പാർട്ടിയാണ്, നേതൃത്വമാണ്, ഭരണകക്ഷിയാണ് എന്ന് പറഞ്ഞ് അധികാരം കയ്യിലെടുക്കുവാനുള്ള ധാർഷ്ട്യമുണ്ടല്ലോ, അത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. സാധാരണക്കാരൻ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പിണറായി നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച്, നിങ്ങളുടെ പാർട്ടിയുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പാർട്ടിയുടെ യാത്രകളെക്കുറിച്ച്. ഇങ്ങനെയല്ല നിങ്ങളെക്കുറിച്ച് ഈ രാജ്യത്തെ സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരും കലാകാരന്മാരും സാധാരണ ജനങ്ങളും അടക്കം വിശ്വസിച്ചിരുന്നത്. സാധാരണക്കാരൻ്റെ പാർട്ടി തൊഴിലാളി പ്രസ്ഥാനം, ആ തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്ന് വരുന്ന നേതാക്കന്മാർ സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും, അവർക്ക് വേണ്ടി ഭരിക്കുന്നവരായിരിക്കുമെന്ന് വെറുതെ സ്വപ്നം കണ്ടുപോയ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ അടക്കമുള്ളവരുണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ. അവർ വരെ ഇപ്പോൾ തിരിഞ്ഞു പറയേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ശ്രീകുമാരൻ തമ്പി എന്ന് പറയപ്പെടുന്ന കലാകാരനാണ് പറയുന്നത് എങ്കിൽ നാളെ സാധാരണക്കാരൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറയാൻ മടിക്കില്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുക. ലെനിൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റിനെ തകർക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരിക്കും എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ പൂക്കോട്ട് SFIക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വസ്തുതയാണ്. കമ്മ്യൂണിസ്റ്റ് തകർന്ന തരിപ്പണമാകാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് അത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് മനസ്സിലാക്കുക, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്നത് അവസാനത്തെ CPMൻ്റെ മുഖ്യമന്ത്രിയായി മാറുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യും എന്നുള്ളത് സത്യമാകും.